കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും കാണാതായ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം മൂവാറ്റുപുഴയാറിന്റെ കൈവഴിയുടെ തീരത്ത് കണ്ടെത്തി. വൈക്കം എഇഒയുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് കുലശേഖരമംഗലം പുറ്റിനാൽ പാടത്ത് ശ്യാംകുമാറിന്റെ മൃതദേഹമാണ് വൈകുന്നേരം ഉദയനാപുരം അക്കരപ്പാടം കയർ വ്യവസായ സഹകരണ സംഘത്തിന് സമീപത്തെ കടവിൽ നിന്നും കണ്ടെത്തിയത്. കടവിൽ മൃതദേഹം കമഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ട പ്രദേശവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തിയാണ് മൃതദേഹം ശ്യാംകുമാറിന്റെ. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാത്രി ഏറെ വൈകി വരെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഓൺലൈനിൽ ശ്യാംകുമാർ ചെയ്തിരുന്നു. പുലർച്ചെ വീട്ടുകാർ ഉണർന്നപ്പോൾ ഇദ്ദേഹം വീട്ടിലില്ലെന്ന കാര്യം അറിയുന്നത്. പോകാനിടയുള്ള സ്ഥലങ്ങളിലും ബന്ധുക്കളുടെ വീടുകളിലും അന്വേഷിച്ച ശേഷം വൈക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എഇഒ ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായ ശ്യാംകുമാറിന് 2 മാസം മുമ്പാണ് എഇഒയുടെ ചുമതല കൂടി ലഭിച്ചത്. ജോലിയിലെ സമ്മർദ്ദം ശ്യാംകുമാറിനെ പിരിമുറുക്കമുണ്ടാക്കിയതായിരിക്കാമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സാധാരണ കാരണം വേറെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നുമില്ല, വീട്ടിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ജോലിയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പലരോടും പുള്ളി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫിനോടും വിളിച്ച് പറഞ്ഞായിരുന്നു 2 ദിവസം മുമ്പ്. വീട്ടിൽ എഇഒൻ്റെ വർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. VRS എടുക്കുന്ന കാര്യം പോലും പുള്ളി ആലോചിച്ചിരുന്നു. അത് പല വ്യക്തികളോടും ഈ സെയിം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ജോലി ഭയങ്കര ടഫ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, മാനസിക പ്രശ്നം, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ രാത്രി ആയാലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്തു കൊടുക്കണം. ഈ കലോത്സവമാണെങ്കിലും അതൊക്കെ രാത്രി 10-10 മണി വരെയൊക്കെ ഈ ഇപ്പോൾ മിസ്സിങ് ആയതിൻ്റെ ഒരു രാത്രി 10 മണി വരെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് സിസ്റ്റത്തിൽ. മിക്ക ദിവസം നൈറ്റൊക്കെ വരാറുണ്ട്, കോൾസ് വരാറുണ്ട്. അതിന് പുള്ളി തന്നെ ആൻസർ ഡീൽ ചെയ്ത് പോകാറുമുണ്ട്. ആള് എങ്ങനെ ഈ പ്രഷറിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മാറിയെന്നാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ സംഗതി ആകപ്പാടെ ഞങ്ങൾ ഉദ്ദേശിച്ച വിധത്തിലല്ല വന്നത് കാര്യങ്ങൾ. ആരും അറിഞ്ഞുമില്ല. അതെ, പോലീസിൽ പരാതി കൊടുത്തതും അങ്ങനെ തന്നെയാണ്. പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചാണ് പറഞ്ഞത്. ജോലിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എഇഒൻ്റെ ചാർജ് കിട്ടിയപ്പോൾ ആ വർക്കും കൂടി പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പുള്ളി ഒരു ക്ലറിക്കൽ കാഡറിന്ന് ഉയർന്നു വന്ന മനുഷ്യനാണ്. അപ്പോൾ എഇഒൻ്റെ വർക്ക് എന്ന മോഡ് ഓഫ് ടീച്ചിങ് പ്രൊഫഷനായിട്ടുള്ള സീനിയേഴ്സാണ് ആ പ്രൊഫഷൻ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ പറഞ്ഞിരുന്നു പലരോടും. എപ്പോഴും പറയാമായിരുന്നു, ശ്യാം എപ്പോഴും പറയാമായിരുന്നു ജോലിഭാരം. ഇപ്പോൾ ഇത് വന്നതിനോട് ജോലിഭാരമാണ്, കാരണം ഭയങ്കര ടെൻഷനാണ്, എന്തെങ്കിലും ചെയ്യാനെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പുള്ളി എപ്പോഴും പറയുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു കുറേ ഇടയായിട്ട് അത് തന്നെയായിരുന്നു പുള്ളിയുടെ ടെൻഷൻ. പുള്ളി രാവിലെ പിള്ളേരെയും കൊണ്ട് കരയിലങ്ങാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖമായുള്ള ഒരു രീതിയിലാണ് പിള്ളേരെ സ്കൂളിലോട്ട് കയറ്റി വിടുന്നത്. കണ്ണങ്കലിൽ നിന്നാണ് കയറ്റി വിടുന്നത് സ്കൂളിലോട്ട്. അന്നേരമൊക്കെ പുള്ളി മുഖമായിട്ടുള്ള രീതിയിലായിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമില്ല, ജോലിഭാരമാണെന്നാണ് പുള്ളി ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജോലിഭാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന് പുള്ളിക്ക് പിടിച്ച് നിൽക്കാനായിട്ടുള്ള ഇതില്ല. പിന്നെ എന്തും ചെയ്യാനായിട്ട് മനസ്സുള്ള കാരണം പുള്ളിക്ക് ജോലിഭാരം കൂടിപ്പോയതായിരുന്നു. എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞാണ്, അങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. പുതിയ പ്രൊമോഷൻ കിട്ടിയതിൽ പിന്നെയാണ് പുള്ളിക്ക് ഇങ്ങനെ ഇതായി വന്നത്. അതോടുകൂടിയാണ് പുള്ളി അവിടെ ഒരു മൂകതയായിട്ട്, ഇല്ലെങ്കിൽ ഇതിലെ പോയാണെങ്കിലും കാരങ്ങ പോയാണെങ്കിലും നിർത്തിയിട്ട് വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പോണ ഒരു ടീമാണ്. ഇവിടെ ആർക്കും ഒരു അഭിപ്രായമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്, ഒരു അലമ്പോ അങ്ങനെ ഒരു ഇതുമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ് ഉള്ളത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. വൈക്കം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 9 ന്യൂസ് മലയാളം, കോട്ടയം.